നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലേക്ക് ആയുധം കടത്താനുള്ള ഹമാസിന്റെ സകല നീക്കവും പൊളിച്ചടുക്കി ജൂതപ്പട. ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി റൂട്ടിന്റെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈജിപ്തുമായുള്ള ഗാസയുടെ ഏക അതിർത്തിയിലുള്ള 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ ഇസ്രയേൽ സൈന്യം നിയന്ത്രണം നേടിയതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഈ ഇടനാഴിയിലൂടെയുള്ള തുരങ്കങ്ങൾ വഴിയാണ് ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതെന്ന് IDF പറഞ്ഞു. ഈ തുരങ്കങ്ങളിൽ ചെങ്കീരിപ്പടയെ ഇറക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇത്തരം 80-ലധികം തുരങ്കങ്ങളാണ് ഈ റൂട്ടിലുള്ളത്. കൂടാതെ ഡസൻ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും ഇവിടെ കണ്ടെത്തി. ഇസ്രയേൽ ഈജിപ്തിലേക്ക് ആക്രമണം നടത്തുമെന്ന് കരുതി ഇസ്രയേലിനെ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹമാസ് ഇടനാഴിയിൽ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നതായി IDF പറഞ്ഞു. തെക്കൻ നഗരമായ റഫയോട് ചേർന്നുള്ള ഇടനാഴിയിൽ ഈജിപ്തിലേക്ക് കടക്കുന്ന 20ഓളം തുരങ്കങ്ങൾ ഇതുവരെ കണ്ടെത്തി നശിപ്പിച്ചതായി IDF വ്യക്തമാക്കി. ചില തുരങ്കങ്ങൾ IDFന് നേരത്തെ അറിയാമായിരുന്നു, മറ്റുള്ളവ ആദ്യമായി കണ്ടെത്തിയതാണ്. മിക്ക ഇടനാഴികളിലും IDF സേനാംഗങ്ങൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. തീരത്തിന് സമീപം കരസേനയില്ലാത്ത ഒരു ചെറിയ ഭാഗമുണ്ട്. എന്നാൽ അവിടെയും നിരീക്ഷണവും ഫയർ പവറും ഉപയോഗിച്ച് പ്രദേശം നിയന്ത്രിക്കുകയാണെന്ന് IDF പറയുന്നു. ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് 10 മുതൽ 40 മീറ്റർ വരെ അകലെയാണ് റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. റഫയിൽ നിന്ന് 70ഓളം റോക്കറ്റുകളും മോർട്ടാറുകളും ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതായി ഹഗാരി പറഞ്ഞു. റഫ ബോർഡർ ക്രോസിംഗിന് സമീപമുള്ള ഹമാസ് തുരങ്കം അടുത്തിടെ തകർത്തതായി IDF ബുധനാഴ്ച അറിയിച്ചിരുന്നു. സൈന്യം പറയുന്നതനുസരിച്ച് ഈജിപ്തുമായുള്ള അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയുള്ള ഒരു ടണൽ ഷാഫ്റ്റ് സൈന്യം കണ്ടെത്തുകയായിരുന്നു. ഏകദേശം 1.5 കിലോമീറ്റർ നീളമുള്ള ഈ ഷാഫ്റ്റ് സൈനികരെ ആക്രമിക്കാൻ ഹമാസ് പ്രവർത്തകർ ഉപയോഗിച്ചതായും IDF പറയുന്നു. സൈന്യം തുരങ്കത്തിൽ റെയ്ഡ് നടത്തി. ടാങ്ക് വേദ മിസൈലുകൾ, തോക്കുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ. ശൃംഖലയ്ക്ക് വ്യത്യസ്ത ആഴങ്ങളിൽ നിരവധി ശാഖകളുള്ള പാതകളുണ്ടെന്നും ചില ഭാഗങ്ങൾ സ്ഫോടനമേൽക്കാത്ത വിധം ഉണ്ടാക്കിയതാണെന്നും IDF പറയുന്നു. ഹമാസ് പ്രവർത്തകർ താമസിക്കുന്ന മുറികളും കുളിമുറികളും ഉൾപ്പെട്ട തുരങ്ക ശൃംഖല തകർത്തുവെന്നും വ്യക്തമാക്കി. ഈജിപ്തിനും ഗാസ സ്ട്രിപ്പിനുമിടയിലുള്ള തുരങ്കങ്ങളെക്കുറിച്ച് വളരെ മുൻപ് മുതൽ തന്നെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത്തരം തുരങ്കങ്ങൾ തകർക്കാനായി വെള്ളവും വിഷവാതകവും തുരങ്കങ്ങളിലേക്ക് പമ്പ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അവയെല്ലാം മറികടന്ന് ഇപ്പോഴും 80-ലധികം തുരങ്കങ്ങൾ ഹമാസ് നിർമ്മിച്ചു എന്നതാണ് ഈജിപ്തിനെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഫിലാഡൽഫി കോറിഡോർ മുഴുവനും ഇസ്രയേൽ പിടിച്ചെടുത്തുവെന്ന് സ്ഥിരീകരിക്കാൻ US തയ്യാറായില്ലെങ്കിലും ഇത്തരമൊരു നീക്കം ഇസ്രയേലി ഉദ്യോഗസ്ഥർ USനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് ജോൺ കിർബി പറഞ്ഞു. ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരത്തിന്റെ ജനവാസമുള്ള ഭാഗങ്ങളിൽ IDF സൈനിക ആക്രമണം നടത്തിയാൽ ഇസ്രയേലിലേക്കുള്ള ചില ആക്രമണാത്മക ആയുധ കയറ്റുമതി തടയാനാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഈ മാസം ആദ്യം പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ചൊവ്വാഴ്ച റഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രയേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിച്ചിരുന്നു. ഒരു മാസത്തോളമായി റഫയിൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത്. മധ്യ റഫയിലെ അൽ അവ്ദ പള്ളിക്ക് സമീപത്തും പടിഞ്ഞാറൻ റഫയിലെ സുറുബ് കുന്നിലും ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചു. കിഴക്കൻ റഫ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ, ഗാസ, ഈജിപ്ത് അതിർത്തി എന്നിവിടങ്ങളിൽ ടാങ്കുകൾ സർവ്വസജ്ജമാണ്. സുറുബിൽ ഹമാസുകാരും ഇസ്രയേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവെപ്പും ഏറ്റുമുട്ടലും നടക്കുകയാണ്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗാസ മുനമ്പിലെ 2.3 ദശലക്ഷം ജനങ്ങളിൽ പകുതിയും അഭയം പ്രാപിച്ചത് തെക്കൻ ഗാസ നഗരത്തിലാണ്. ഇസ്രയേൽ സൈന്യം റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം തുടരുകയാണ്.